ഇന്ന് കുറച്ച് വ്യത്യാസമുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും മൊയിനെ വളർത്തുന്നവരാണ്. മിക്കവാറും പേരൊക്കെ ഗപ്പി വളർത്തുന്നവരൊക്കെ മൊയിനെയും വളർത്തുന്നുണ്ട്. എന്നാൽ പലവിധ മെത്തേഡും പലരും യൂസ് ചെയ്യുന്നുണ്ട് മൊയിനെ വളർത്തുന്നതിന്. മൊയിനെ വളർത്തുന്നതിന് ചിലർ അരിത്തവിട് ഉപയോഗിക്കാറുണ്ട്, ചിലർ ചാണകവെള്ളം ഉപയോഗിക്കാറുണ്ട്, ചിലർ ആൽഗെ വാട്ടർ ഉപയോഗിക്കാറുണ്ട്, ചിലർ നോർമൽ വെള്ളത്തിൽ കടലപ്പിണ്ണാക്കിടാറുണ്ട്, ചിലർ ഈസ്റ്റ് കൊടുക്കാറുണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ മെത്തേഡ്സ് ഉണ്ട്. എന്നാൽ ഞാൻ ഇന്ന് പറയുന്ന മെത്തേഡ് ഉണ്ടല്ലോ, ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണും, ചിലപ്പോൾ നിങ്ങൾ പ്രാക്ടീസും ചെയ്ത് കാണും, ചിലപ്പോൾ നിങ്ങളിത് നോട്ട് ചെയ്ത് കാണും. ഇത് നോർമലി എന്താണെന്ന് വെച്ചാൽ, കുളവാഴ വളരുന്ന ടാങ്കിൽ മൊയിന സാധാരണ ഏതൊരു മെത്തേഡിൽ വളരുന്നതിനേക്കാളും 2-3 മടങ്ങ് കൂടുതൽ വളരുന്ന കാണാം. എന്തുകൊണ്ടായിരിക്കാം? അത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. പക്ഷേ തൽക്കാലത്തേക്ക് നമ്മൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. നമ്മളിപ്പോൾ മെയിനായിട്ട് ഇത് ചെയ്യേണ്ടത്, ആൽഗെ വാട്ടർ വെച്ച് മൊയിന വളർത്തുന്നവർ നോർമൽ ആൽഗെ വാട്ടർ വെച്ച് മൊയിന വളർത്തുന്നു. അടുത്ത ഒരു ആൽഗെ വാട്ടർ വെച്ച് മൊയിന വളർത്തുന്നതിനകത്ത് 1-2 കുളവാഴ കൂടെ ഇടും. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. നമ്മൾ ഒന്നാമത്തെ ടാങ്കിൽ നിന്ന് നമുക്ക് ഇത്രയും മൊയിന കിട്ടുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ടാങ്കിൽ നിന്ന് 2 പിടി കിട്ടും. പിടിയെന്ന് ഞാൻ പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. യൂട്യൂബിലൊക്കെ കാണാം ചിലർ മൊയിന ഇങ്ങനെ ഉണ്ടയാക്കിയിട്ട് കാണിക്കുന്നത്. ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നു, നമുക്ക് അത്രയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ സാധാരണ മൊയിന ക്രാഷ് ആകുക എന്ന് പറഞ്ഞൊരു പരിപാടി നടക്കാറുണ്ട്, ഒരു കലാപരിപാടിയുണ്ട്. കംപ്ലീറ്റ് മൊയിന കണ്ണ് ചിമ്മി തുറക്കുമ്പോഴേക്ക് ചത്തു പോയിട്ടുണ്ടാവും, നമ്മളെ കൾച്ചറും കംപ്ലീറ്റ് തീർന്നിട്ടുണ്ടാവും. ആ ഒരു സംഭവവും ഇതിൽ കാണാനില്ല. ഇടയിൽ നമ്മുടെ കുറേ ടാങ്കുകളുടെ, നമുക്കിതുപോലുള്ള കുറേ ചെറിയ ചെറിയ ടാങ്കുകൾക്കകത്ത് മൊയിന വെക്കുന്നുണ്ട്. അത് ഇപ്പോൾ നമ്മൾ കൂടുതലായും ഈ ടാങ്കാണ് ഉപയോഗിക്കുന്നത്, കൂടുതലായും ഈ പ്ലാസ്റ്റിക് ടാങ്കാണ് ഉപയോഗിക്കുന്നത്. ഇത് ഇടക്കാലത്ത് ഗപ്പിക്ക് വേണ്ടി വാങ്ങിയതായിരുന്നു. ഗപ്പികൾക്ക് മറ്റ് ടാങ്കുകൾ തന്നെ ഇഷ്ടം പോലെ ആയപ്പോൾ പിന്നെ ഇതിൽ മൊയിന വളർത്തുന്ന ഒരു ഏർപ്പാട് തുടങ്ങിയിട്ടുണ്ട്. ഇതായുള്ള ഗുണം എന്താ അറിയോ? വെളിച്ചവും കിട്ടും, നല്ല അത്യാവശ്യം സൈസുണ്ട്, ഇതിൽ അധികം തണുപ്പടിക്കില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മളിപ്പോൾ മൊയിന വളർത്തുന്നത്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലാസ് ടാങ്കിൽ സെറ്റ് ചെയ്തത്. നമ്മുടെ ലാബും എല്ലാം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ലാബും സ്റ്റോറും എല്ലാം ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ക്ലോസപ്പായിട്ട് കാണിക്കാം. വളരെയധികം മൊയിന, അതായത് നമ്മൾ ഇപ്പോൾ ഒരു കൾച്ചറിന് വേണ്ടി നമ്മൾ കുറച്ച് മൊയിന ഇതിൽ ആഡ് ചെയ്ത് നാളെ നോക്കുന്ന സമയത്ത് അതിൻ്റെ 3 ഇരട്ടിയായിട്ടുണ്ടാവും. അത്രയും ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, മൊയിന വളരുന്നുണ്ട്. പിന്നെ ഒരുപക്ഷെ ഇതിൽ നിന്ന് കുളവാഴ പല രീതിയിലുള്ള എന്തെങ്കിലും ഒരു ബെനിഫിഷ്യൽ എഫക്റ്റ് ഇതിൻ്റെ ഗ്രോത്തിന് കൊടുക്കുന്നുണ്ടാവാം. ഇനിയും പറഞ്ഞാൽ ഈ കുളവാഴ കൊണ്ടുള്ള ദോഷങ്ങൾ പറയുന്നില്ലേ, ഒരുപാട് രീതിയിലുള്ള ഓർഗാനിസങ്ങൾ വളരുന്നൊക്കെയാണ് പറയുന്നത്. മൊയിന മേ ബി വൺ ഓഫ് ദം. മൊയിന വളരുന്നതും കൂടുതൽ ഈ ഇക്കോളജിക്കൽ സിസ്റ്റത്തിൽ മൊയിന പോലുള്ള ജീവികൾ ഒരുപാട് വളരുന്നുണ്ടാവാം കുളവാഴയുടെ റൂട്ട് സിസ്റ്റത്തിൽ. ആർക്കറിയാം? നമ്മളിപ്പോൾ വയലിൽ നിന്നുള്ളൊരു ഈ കുളവാഴ വളരുന്ന ഒരു ഏരിയ എടുത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നില്ലല്ലോ. ചെയ്തെങ്കിലല്ലേ നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. നാട്ടിലുള്ളവർ ചെയ്ത് നോക്കുക, നമുക്കിവിടെ ഇല്ല, നമുക്ക് ഇത്രയൊക്കെ പറ്റൂ. ഓക്കെ, അപ്പം ഇതിൽ ഞാൻ ക്ലോസപ്പായിട്ട് കാണിക്കാം. വളരെ നന്നായിട്ട് മൊയിന വളരുന്നുണ്ട്, വളരെ ക്വാളിറ്റിയാണ്. ഇതിനകത്ത് സ്പെഷ്യലി നമ്മൾ ഒരു സാധനവും ഫീഡ് ചെയ്യുന്നില്ല. ഇതാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്. ഈസ്റ്റ് ഇല്ല, കടലപ്പിണ്ണാക്കില്ല, ചാണകമില്ല, ഒന്നുമില്ല. ഓൾറെഡി അത് ഗ്രീൻ കളർ വാട്ടറാണ്. പോരാത്തതിന് അതിനകത്ത് കുളവാഴയുണ്ട്. ഇത്ര മാത്രമേ ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ടെക്നോളജി കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് ഇതുപോലുള്ള പാത്രങ്ങളിലേക്ക് ഗ്രീൻ വാട്ടർ വേണം. ഇതുപോലുള്ള ഒരു മിനിമം ഒരു 5 പാത്രത്തിലെങ്കിലും നമ്മൾ മൊയിനയെ കൾച്ചർ ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഒരു 5 പാത്രത്തിൽ കൾച്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതേ ഗ്രീൻ വാട്ടറിലും വേണം, കുളവാഴയും വേണം. അപ്പോൾ ഇത്രയും 5 സെപ്പറേറ്റ് ഈ ക്യാനിൽ വെച്ചിട്ടാണ് വളർത്താൻ പോകുന്നത്. എന്നിട്ട് കുളവാഴയാണ് ഇടുന്നത്. നമ്മൾ അതിൽ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഫുഡൊന്നും ഇടില്ല. ഗ്രീൻ വാട്ടറിൽ നിന്ന് തന്നെ, അതുപോലെ കുളവാഴയിൽ നിന്നും ഗ്രീൻ വാട്ടറിൽ നിന്നും ഒക്കെ തന്നെ ഇവർ ഫുഡ് കഴിച്ച് വളർന്നോളൂ. തിന്നാൻ കൊടുത്താലും രക്ഷയില്ല, എന്നാലും കരഞ്ഞുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഫുഡ് വെച്ച് കൊടുത്തിട്ടാണ് വന്നത്, എന്നാലും ബഹളം തന്നെ. അവർ ഒറ്റയാൻ ലവ് ബേർഡ്സ് ഉണ്ട്, അത് ഭയങ്കര ബഹളം. അപ്പോൾ എവിടെ നിന്നാണ് ഇത്ര അധികം ഗ്രീൻ വാട്ടർ കിട്ടുകയെന്ന് ചിലർ ചിലപ്പോൾ അത്ഭുതപ്പെട്ടേക്കാം. കാണിച്ചു തരാം, നിങ്ങൾ അത്ഭുതപ്പെടേണ്ട, കണ്ടിട്ട് കേട്ടോ. അന്ന് നമ്മളിത് കാണിച്ചപ്പോൾ, കോഴിക്കോട് കാണിച്ചപ്പോൾ ആരോ പറഞ്ഞായിരുന്നു ഇത് മിക്കവാറും 2 ദിവസം കൊണ്ടെല്ലാം പച്ചവെള്ളമാവും. ഇപ്പോൾ സംഭവം ഞാൻ കാണിച്ചു തരാം. നോക്ക്, നമ്മളെ ഫിൽറ്ററിൻ്റെ കളറ് കണ്ടോ എങ്ങനെയുണ്ട്? ഫുൾ ഗ്രീൻ വാട്ടറായി കണ്ടോ. ഗ്രീൻ വാട്ടർ എന്ന് പറഞ്ഞാൽ നല്ല പച്ച വെള്ളമായി. ഇപ്പോൾ ഈ വെള്ളം ഒന്ന് ടോപ്പപ്പ് ചെയ്യണം. പക്ഷേ മീൻ ചാടുന്നൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് വെള്ളം ഹൈറ്റ് കൂട്ടാത്തത്. ഞാൻ അന്ന് ഇത് ഫസ്റ്റ് ഡേ ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഫിഷിനെ വിടുമ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഇന്ന് ശരിക്കും നോക്കിക്കോ, ഇനി മീനെയൊന്നും കാണാൻ കഴിയില്ല, എല്ലാം പച്ചക്കളറാവുന്നു. കാരണം ഈ ഒരു ഏരിയയിൽ, നമ്മുടെ ഈ അലൈൻ ഏരിയയിൽ ഞാനൊരു നോട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമായത്,
നമ്മൾ എവിടെ ഏത് അക്വേറിയോ ടാങ്കോ ഇനി എന്ത് വെള്ളം കൊണ്ടെന്ന് വെച്ചാലും വളരെ പെട്ടെന്ന് തന്നെ അത് ഗ്രീനായി മാറും നേരെ പിറ്റേ ദിവസം. നമ്മുടെ ചാനലിൽ പല സബ്സ്ക്രൈബേഴ്സും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഗ്രീൻ വാട്ടർ ഉണ്ടാക്കുന്നത്. ഗ്രീൻ വാട്ടർ ഉണ്ടാക്കുകയല്ല, ഗ്രീൻ വാട്ടർ ഉണ്ടാകുവാണ്. ഇതാ നോക്ക്, ഇത്രയും ഗ്രീൻ വാട്ടർ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രഹ്മാവാണായിരുന്നു. ഗ്രീൻ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ലിവിങ് ഫോമാണ്. അതിനകത്ത് ഗ്രീൻ ആൽഗെ ഫോം ആകുകയാണ്. അത് ക്ലോറല്ലേ ആവാം, ഏത് മൈക്രോസ്കോപ്പിക് ആൽഗയാണ് ഇതിലുണ്ടാവുന്നത്. അങ്ങനെയാണ് ഇത് ഗ്രീൻ വാട്ടർ ആവുന്നത്. അപ്പോൾ ഈ ഗ്രീൻ വാട്ടർ ആൽഗെ ആണെന്ന് പറഞ്ഞല്ലോ, അതിനകത്ത് മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ് ആണെന്ന് പറഞ്ഞല്ലോ. അതാണ് നമ്മൾ ഈ ഗ്രീൻ വാട്ടറിൽ മൊയ്ന വളർത്തുന്നതിൻ്റെ ഗുട്ടൻസ്. മൊയ്ന മൈക്രോസ്കോപ്പിക് ആൽഗയെ കഴിക്കും. നമ്മൾ സ്പെഷ്യലായിട്ട് പിന്നെ ഈസ്റ്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഗ്രീൻ വാട്ടറിൽ തന്നെ നന്നായിട്ട് വളരും. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴുകാതെ നേരെ നെറ്റോട്ട് പിടിച്ച് ടാങ്കിലേക്ക് ഇട്ട് കൊടുക്കാം. വാഷ് ചെയ്യേണ്ട കാര്യമൊന്നും വരുന്നില്ല, കാരണം ഗ്രീൻ വാട്ടറാണ്, അല്ലാതെ ഈസ്റ്റ് അല്ലല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ ഇത്രയും ഗ്രീൻ വാട്ടർ ഉള്ള സ്ഥിതിക്ക് അത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത്. ഒരു 5 പാത്രത്തിലേക്ക് സെപ്പറേറ്റ് ആയിട്ട്, നമ്മളതിൽ പാത്രമുണ്ട്, 5 പാത്രത്തിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഈ ഗ്രീൻ വാട്ടർ പിടിക്കുന്നു, പ്ലെയിനായിട്ട് വെക്കുന്നു. ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കരുത്. എന്നിട്ട് അതിനകത്ത് നമ്മൾ ഈ കുളവാഴ ഓരോന്നിട്ടാൽ മതി. ഓരോന്നിടുന്നു, മൊയ്നയെ അതിലേക്ക് പിടിച്ചിടുന്നു, ഇത്ര തന്നെ. എന്നിട്ട് നമുക്ക് നോക്കാനൊന്നുമില്ല, ഗ്രീൻ വാട്ടറിൽ എന്തായാലും ആൽഗെ വളരും, ഗ്രീൻ വാട്ടറിൽ എന്തായാലും മൊയ്ന വളരും. പിന്നെ ഈ ഒരു പോയിന്റ് മാത്രമാണ് നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യുന്നത്. അതിനകത്ത് പിന്നെ കുളവാഴ ഇടുന്നു എന്നുള്ളത് മാത്രം. ഉണ്ടോ, കുളവാഴ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മുടെ ഫ്രണ്ടുണ്ട് റോണി, പുള്ളിക്കാരൻ്റെ വീട്ടിൽ നിന്നാണ് കുളവാഴ കൊണ്ടുവന്നത്. പുള്ളി ആണ് ബേഡ്സിനെയൊക്കെ വളർത്തുന്നത്, നമ്മുടെ അലൈനിലെ വൺ ഓഫ് ദ എക്സ്പേർട്സ് എന്ന് വേണേൽ പറയാം ബേഡ്സിൻ്റെ കാര്യത്തിൽ. എന്നാൽ പുള്ളിക്ക് ഔട്ട്ഡോർ പോൺസും ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ കുളവാഴ കൊണ്ടുവന്നത്. നമുക്കൊരു ദിവസം പുള്ളിയുടെ ബേഡ്സിനെയൊക്കെ ഒന്ന് കവർ ചെയ്യാം ചാനലിൽ. ഓക്കെ, അപ്പോൾ ഈ കുളവാഴ ഓരോന്നായിട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. എക്സ്പെരിമെൻ്റ് അല്ല, കാരണം ഇത് ഓൾറെഡി ഞാൻ സ്റ്റാൻഡർഡൈസ് ചെയ്ത് കഴിഞ്ഞു. നല്ല റിസൾട്ടാണ്, നന്നായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് വെച്ച് മൊയ്ന വളർത്താൻ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ എനിക്കറിയാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ പലർക്കും മൊയ്ന കൾച്ചർ ഉണ്ട്. ഈ മൊയ്ന കൾച്ചർ ഉള്ളവർ അതിനകത്തുനിന്ന് ഒരു ആൽഗെ വാട്ടർ കൾച്ചർ എടുത്ത് അതിനകത്തൊരു ഒരേ ഒരു കുളവാഴ ഇട്ട് നോക്കൂ, എന്താണ് റിസൾട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു തരുന്നത്. നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് ഫിഷിനെയൊക്കെ കാണണമെങ്കിൽ കുറച്ച് പണിയാണ്, എന്നാലും നമുക്ക് നോക്കാം. ഇപ്പോഴും ഫിഷിൻ്റെ പേടി മുഴുവനായിട്ട് മാറിയിട്ടില്ല. പിന്നെ അതാണ് പറഞ്ഞു വന്നത്, നമ്മുടെ മോൺസ്റ്റർ ടാങ്കിനെ ഏഞ്ചൽ ടാങ്കാക്കി മാറ്റിയിരുന്നില്ലേ, ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞത് വളരെ ശരിയായിരുന്നു, ഒരുപാട് ഫിഷുകൾ നഷ്ടമായെന്ന്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്, അതിനൊരു മാർഗ്ഗം ചെയ്തിട്ടില്ല. ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചില്ലായിരുന്നു, ഇവിടെയുള്ള എല്ലാം വെടിപ്പൂച്ചകളാണെന്ന്. അത് പൂച്ചകൾ കേട്ടെന്ന് തോന്നുന്നു, അവർ പ്രതികാരം ചെയ്യുവാണ്. കണ്ടോ, മീനിനെ തലയില്ല, ഡിസെക്ഷൻ ചെയ്ത് വെച്ചേക്കുവാണ്. നമ്മുടെ കോയി ഫിഷിൽ ഒരെണ്ണം ഇതാ തലയില്ലാതെ കിടക്കുന്നു. ഇത് പുറത്തേക്ക് ചാടിയതാണോ എന്ന് ഡൗട്ടുണ്ട്. ഇങ്ങനെ ഇപ്പോൾ കുറച്ചെണ്ണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഫിഷ് പുറത്തേക്ക് ചാടും, പൂച്ച വന്ന് പിടിക്കും. ഞാൻ പറഞ്ഞ ആ സോക്കോൾഡ് പൂച്ച ഇപ്പോഴും റെഡിയാണ് ഇവിടെ. അതിന് എന്തൊരു മാർഗ്ഗം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇതിനിപ്പോൾ നെറ്റ്, നമ്മുടെ അതിൽ ബാക്കിയുള്ള നെറ്റ് ഉണ്ടോ, ഈ നെറ്റ് കൊണ്ട് നമ്മൾ ഇതിനെ കവർ ചെയ്യാൻ തീരുമാനിച്ചേക്കുവാണ്. നെറ്റ് ഇടാൻ പോവാണ്. അങ്ങനെയെങ്കിലും നമുക്ക് ഫിഷുകളെയൊക്കെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുമോ നോക്കണം. അതുപോലെ നമുക്ക് പുതിയ ഫിഷുകളെ കൊണ്ടുവരാനുണ്ട്. വലിയ ഫിഷുകളെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടബ് കൊണ്ടുവന്നിട്ട് വെള്ളം അതിലേക്ക് ഫില്ല് ചെയ്ത് ഇത് നല്ലൊരു സെറ്റാക്കി വെക്കണം. അവിടെ തന്നെ വെച്ചാൽ മതി തോന്നുന്നു, കാരണം ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കരുത്, എന്നാൽ വെളിച്ചം കിട്ടും വേണം. അപ്പോൾ നമ്മൾ ബോക്സുകൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ടബുകൾ 5 ടബ് എടുത്തിട്ടുണ്ട്. 5 ടബ് എടുത്ത് ഇനി ഭയങ്കരമായ മൊയ്ന കൾച്ചറാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എല്ലാം ഫിഷുകൾക്കും ആവശ്യമുള്ള മൊയ്ന ഇവിടെ തന്നെ അങ്ങ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ രാവിലെ സമയങ്ങൾക്ക് പക്ഷികൾക്ക് അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മോർണിംഗ് ടൈം എന്ന് പറഞ്ഞാൽ പക്ഷികൾ ബഹളം വെക്കും. പിന്നെ അതിന് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ വെച്ചാൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കും. തട്ടിൻ്റെ മേലെ തന്നെ വെക്കേണ്ടി വരും. തൽക്കാലം നമുക്കിതിലേക്ക് വെള്ളമാക്കാം, അതിന് ശേഷം എവിടെയാണ് വെക്കേണ്ടതെന്ന് തീരുമാനിക്കും. ഇല്ലെങ്കിൽ ഇവിടെ തന്നെ വെച്ചിട്ട് ഇതിന് നമുക്ക് മേലെ ഒരു കവറിങ് കൊടുത്താൽ മതി, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. സംഭവം ഇവിടെ തന്നെ വെക്കുക, എന്നിട്ട് മേലെ ഒരു കവർ. സ്ലോ ആയിട്ടാണ് വെള്ളം വരുന്നത്. ഇതിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരുന്നാൽ നമ്മുടെ ഇന്നത്തെ കോളേജിൽ പോക്കൊന്നും നടക്കില്ല. കപ്പ് കൊണ്ട് പോരി ഒഴിക്കാൻ തോന്നും. ഈ മോട്ടർ എന്താ സ്ലോ ആയതെന്ന് അറിയാം. മോട്ടറിനകത്ത് ആൽഗെ കയറി. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്കൊക്കെ എന്തിനിടണം, മൊയ്നയല്ലേ വളർത്താൻ പോകുന്നത്, അപ്പോൾ മൊയ്ന ഇടണം.
അല്ലാതെ യൂട്യൂബിൽ ചില വീഡിയോയിൽ കാണും പോലെ സ്റ്റാർട്ടർ കൾച്ചർ ഇല്ലാതെ മൊയിന വളർത്തൽ എന്ന ടെക്നിക്ക് നമുക്കറിയില്ല. അതുകൊണ്ട് അത് പറ്റില്ല. മൊയിന ഇട്ടേ പറ്റും. ഞാൻ ഇത്ര വിപുലമായിട്ട് മൊയിന കൾച്ചർ ചെയ്തിട്ട് കുറേ കാലമായിട്ടോ. മുമ്പ് നാട്ടിൽ നിന്ന് ചെയ്തതേ ഉള്ളൂ. ഇവിടെ ഇത്രയും കൂടുതൽ ഞാൻ ചെയ്തിട്ടില്ല. ഇത് കംപ്ലീറ്റ് മൊയിന ഉണ്ടായിട്ട് വേണം. നമ്മുടെ ഇവിടുത്തെ കുറേ സുഹൃത്തുക്കൾ മൊയിന എവിടെ കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇനി എവിടെ കിട്ടുമെന്ന് ചോദിക്കണ്ട, ഇവിടെ കിട്ടും, ഫ്രീ ആണ്. അതും പറഞ്ഞു നമുക്ക് പൈസ വേണ്ട, ഫ്രീ ആയിട്ട് തരും. ഗ്രീൻ വാട്ടറിൻ്റെ ക്വാളിറ്റി ഒന്ന് കാണണം. ഇപ്പം ഇങ്ങനെയല്ലേ ഉള്ളത്? 1 2 3 4 5. നാളത്തേക്കിത് നല്ല പച്ചക്കളറാവും. ഇനി ഇതിൽ നിന്നുള്ള മൊയിനയൊക്കെ പിടിച്ച് അതിനകത്ത് ഇടുന്നതിന് മുമ്പ് ഇതൊന്ന് ഞാൻ ശരിക്കും കാണിച്ചു തരാം. നമ്മുടെ മൊയിന കൾച്ചർ എങ്ങനെ വളരുന്നില്ലേ? ഇനി നമുക്ക് മൊയിനയെ അതിലേക്ക് ഇനോക്കുലേറ്റ് ചെയ്യാം. ഇനോക്കുലേഷൻ ഇതിലും കുറച്ച് ബാക്കി വെക്കണം. ഇത് കംപ്ലീറ്റ് തീർക്കരുത്. നമുക്കിതിൽ നമ്മുടെ കുളവാഴ ഇടാം. വേര് നോക്ക് കുളവാഴയുടെ. എന്തിനാ ഈ കുളവാഴയെ കുറ്റം പറയുന്നത്? നോക്ക്, ഇത്രയും നല്ല സ്വാതന്ത്ര്യം പോയിട്ട് കുറ്റം പറഞ്ഞ ജനങ്ങൾ എന്ത് ചെയ്യാനാണ്? അപ്പോൾ നമ്മൾ ഈ പരിപാടി തുടങ്ങുവാണ്. എല്ലാം അടിയിൽ അതിൻ്റെ മൂലയിൽ പോയി നിൽക്കുവാണ്. ലൈറ്റ് വെച്ചാൽ ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമെന്ന് പറഞ്ഞേക്കാറുണ്ട്. വെരി ഗുഡ്. നമുക്ക് ഒറ്റ കോരലിൽ നമുക്കൊരു എന്താ പറയുക, ഒരു 50-60 കിട്ടിയാൽ മതി. എന്നാലും ദൈവം ഓരോ ജീവികൾ ഉണ്ടാക്കി വിടുന്നത് അല്ലേ? ഇത്രയും പെട്ടെന്ന് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത് നമ്മളെ കോഴി ഫിഷെങ്ങാനും ആണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ പണ്ടേ കോടീശ്വരനാണ്. വേഗം നെറ്റിലേക്ക് കയറി വരുന്നുണ്ട്. ഇവന്മാർക്ക് അറിയാം നമ്മളെ നല്ല ഏതോ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. ചിലപ്പോൾ ഗൾഫിലൊക്കെ പോകുന്ന പോലെ ആയിരിക്കും കയറുന്നത്. വെരി ഗുഡ്. നമ്മൾ ഈ ചെയ്യുന്ന മെത്തഡോളജിക്ക് വല്ല തെറ്റൊക്കെ ആർക്കെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരണം. നമ്മളെപ്പോഴും ഡെയിലി ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കുക. ഇത് ഇവനും ഇവിടെ തന്നെ നോട്ടെ. ഇനി അപ്പോൾ അതിനകത്ത് ഇട്ട മൊയിനെ കാണണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ്. എണ്ണം കുറവായതുകൊണ്ട് കാണാൻ ചാൻസ് ഇല്ല. പക്ഷേ നമുക്ക് യൂട്യൂബ് സ്റ്റോറി എന്ന് പറഞ്ഞൊരു പരിപാടി ഉള്ളതുകൊണ്ട് അതിലിടാം. അപ്പോൾ നമ്മൾ ഈ ആൽഗെ വാട്ടറിലും അതുപോലെ കുളവാഴയും കൂടെ ഇട്ടിട്ട് മൊയിന വളർത്തുകയാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി നല്ലൊരു വീഡിയോയിൽ നാളെ കാണുമ്പോഴേക്കും ബൈ ബൈ.